56 പേരുടെ മരണത്തിനിടയാക്കിയ 250 പേർക്ക് ഗുരുതരമായ പരിക്കുകളേറ്റ 2008 അഹമ്മദാബാദ് സ്ഫോടന കേസിലെ ഇന്ത്യൻ മുജാഹിദ് എന്ന ഇസ്ലാമിക് തീവ്രവാദികളുടെ സംഘടനയിലെ 38 പേരുടെ വധശിക്ഷ ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചു. കേസില് മറ്റ് 11 പ്രതികൾക്ക് പ്രത്യേക കോടതി നൽകിയ ജീവപര്യന്തം തടവു ശിക്ഷയും അതുപോലെ തന്നെ നിലനിർത്തി. പതിവ് പോലെ തന്നെ മലയാളികൾക്ക് അഭിമാനിക്കാനുള്ള വകയും ഇതിലുണ്ട്. അതും ഈരാറ്റുപേട്ടക്കാർക്ക് പ്രത്യേകിച്ച്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിലും ജീവപര്യന്തം കിട്ടിയവരിലും മലയാളികളുണ്ട്. കോട്ടയത്ത് ഈരാറ്റുപേട്ടയില് പീഡിക്കൽ അബ്ദുൾ കരീമിന്റെ മക്കളായ 2 പേര്, ഷിബിലി, ഷാദുലി. മലപ്പുറത്ത് കൊണ്ടോട്ടി സ്വദേശിയായ സൈനുദ്ദീന്റെ മകൻ ഷറഫുദ്ദീൻ എന്നിവരാണ് വധശിക്ഷാ പട്ടികയിലുള്ള മലയാളികളായിട്ടുള്ള മത തീവ്രവാദികൾ. ആലുവയിലെ അൻസാറാണ് ജീവപര്യന്തം ലഭിച്ച മലയാളിയായ തീവ്രവാദി. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, നമ്പർ 1 മലയാളി എന്ന് മാത്രമല്ല കേട്ടോ, ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായിട്ട് നടന്നിട്ടുള്ള ഈ സ്ഫോടനത്തിന്റെ കൃത്യമായ പ്ലാനിംഗ് നടന്നത് നമ്മുടെ ഈ കേരളത്തിലാണ് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? 2007 സിമി സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന ജുമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗം കേരളത്തിലെ വാഗമണ്ണില് നടത്തിയ ട്രെയിനിങ് ക്യാമ്പിലായിരുന്നു അഹമ്മദാബാദിലെ സ്ഫോടനത്തിനായിട്ടുള്ള ട്രെയിനിങ് നടന്നത്. ബോംബ് അസംബ്ലി, സ്ഫോടനം എല്ലാം അവർ കേരളത്തിലെ ഉൾക്കാടിലാണ് നടത്തിയിരുന്നത്. ഇതിനു മുമ്പ് അവർ ആലുവയിലെ ബിനാനിപുരത്തും ഇതേപോലുള്ള ഒരു ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. ഇനി ഈ സിമി എന്താണെന്ന് അറിയാമോ? ജമാഅത്തെ ഇസ്ലാമി ജന്മം കൊടുത്ത അവരുടെ വിങ് ആണ് സിമി. 2001 ഈ സംഘടന നിരോധിക്കപ്പെട്ടു. എന്നാൽ 20,000-ലധികം യുവാക്കൾ ഈ സംഘടനയിൽ അംഗങ്ങളായപ്പോ അത് പിന്നീട് ഇന്ത്യൻ മുജാഹിദീൻ എന്നറിയപ്പെട്ടു. അപ്പൊ പിന്നെ സാധാരണ അംഗങ്ങളൊക്കെ എവിടെ പോയി? അവരാണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയത്. അപ്പോ ഈ കണക്ഷൻ ക്ലിയർ ആയല്ലോ അല്ലെ? ഇനി സ്ഫോടനത്തെ കുറിച്ച് പറഞ്ഞാൽ, സമാനതകളില്ലാത്ത അതിക്രൂരമായിട്ടുള്ള പ്ലാനിംഗ് ആയിരുന്നു അഹമ്മദാബാദിൽ നടന്നത്. 70 മിനിറ്റിൽ നടന്ന 21 സ്ഫോടനങ്ങൾക്ക് 56 ജീവനുകളാണ് എടുത്തത്. ഇതിൽ 19 എണ്ണവും തിരക്കേറിയ മാർക്കറ്റുകൾ പോലെയുള്ള സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നടത്തിയത്. പക്ഷേ ഇതൊക്കെ 70 മിനിറ്റുകൾക്ക് ശേഷം നടന്ന ആ വലിയ സ്ഫോടനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. 2 ഹോസ്പിറ്റലുകളിൽ, അതെ, ആദ്യം നടന്ന 19 സ്ഫോടനങ്ങളിൽ പരിക്കു പറ്റിവരുന്ന ആളുകൾ, അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, ഇവരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ കാർ ബോംബുകൾ, 22 കിലോ അമോണിയം നൈട്രേറ്റും LPG സിലിണ്ടറുകളും, പ്രമുഖ ഡോക്ടർമാർ ഉൾപ്പെടെ 36 പേരാണ് ആ ഹോസ്പിറ്റലിലെ സ്ഫോടനത്തിൽ മാത്രം മരിച്ചത്. ഈ അതിക്രൂരമായിട്ടുള്ള സ്ഫോടനം നടത്തിയ 38 പേരും മരണശിക്ഷ പ്രതീക്ഷിച്ചു കിടക്കുന്നവരാണ്. അതിൽ 3 പേര് മലയാളികളാണ്. ആ 3 പേരിൽ 2 പേരും സിമിയുടെ നേതാക്കളാണ്. ഇതൊന്നും മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യല്ല. അവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. അതെന്താ അങ്ങനെ?